നടൻ വിജയ് നേരത്തെ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയതായും അത് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ ചേർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു എന്നുമാണ് ജ്യോതിമണി വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരവായ സാഹചര്യത്തിൽ ഈ വെളിപ്പെടുത്തലുകൾ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വലിയ പ്രാധാന്യമുള്ളതാണ്. നിലവിൽ DMK നേതൃത്വം നൽകുന്ന സഖ്യത്തിലാണ് കോൺഗ്രസ്. ദേശീയ തലത്തിൽ കോൺഗ്രസ് വലിയ പാർട്ടിയാണെങ്കിലും തമിഴ്നാട്ടിൽ കാര്യങ്ങൾ DMKയുടെ പരിധിയിലാണ്. DMK വലിയേട്ടൻ നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പരാതി. വിജയുടെ TVKയുമായി കോൺഗ്രസ് ഉടൻ സഖ്യമുണ്ടാക്കുമെന്നും വാർത്ത വന്നു. പിന്നാലെയാണ് ജ്യോതിമണിയുടെ പ്രതികരണം. TVK റാലി കരൂരിലെത്തിയ വേളയിൽ തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർ മരിച്ചിരുന്നു. തമിഴ്നാടിനെ നടുക്കിയ ദുരന്തമായിരുന്നു അത്. നിരവധി നേതാക്കൾ വിജയുമായി ബന്ധപ്പെട്ട് അനുശോചനം അറിയിച്ചിരുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും വിജയുമായി ടെലിഫോണിൽ സംസാരിച്ചു. എന്നാൽ ഇരു പാർട്ടികളും തമ്മിൽ സഖ്യം രൂപീകരിക്കുന്നതിന്റെ ഭാഗമാണിത് എന്നായിരുന്നു പ്രചാരണം. DMKയുമായി കോൺഗ്രസ് നേതാക്കൾ ചേർച്ചയിലെന്ന വാർത്തകളും വന്നിരുന്നു. SIRുമായി ബന്ധപ്പെട്ട് DMK നടത്തിയ പ്രതിഷേധത്തിൽ തമിഴ്നാട്ടിലെ ചില ജില്ലകളിൽ കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല. ഇത് ഭിന്നതയുടെ ആഴമാണ് കാണിക്കുന്നത് എന്നായിരുന്നു വാർത്ത. ഈ സാഹചര്യത്തിലാണ് ജ്യോതിമണിയുടെ പ്രതികരണം. വിജയ് കോൺഗ്രസുമായി ചർച്ച നടത്തുന്നത് പുതിയ കാര്യമില്ലെന്ന് ജ്യോതിമണി പറഞ്ഞു. 2010ലും അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കണ്ടിരുന്നു. കോൺഗ്രസിൽ ചേരാനുള്ള സാധ്യതകളാണ് അന്ന് ചർച്ച ചെയ്തത്. എന്നാൽ കോൺഗ്രസിൽ ചേരുന്നതിലേക്ക് ആ ചർച്ചകൾ എത്തിയില്ലെന്നും ജ്യോതിമണി വിശദീകരിച്ചു. TVK കോൺഗ്രസ് സഖ്യം വരുമെന്ന വാർത്തകളും അവർ തള്ളി. രാഹുൽ ഗാന്ധി വിജയ് ചർച്ച മാത്രമല്ല അടുത്തിടെ നടന്നത്. AICC സെക്രട്ടറി 2 തവണ വിജയുമായി ചർച്ച നടത്തിയിരുന്നു. കരൂർ ദുരന്തത്തിന് മുൻപും ശേഷവുമായിരുന്നു ചർച്ചകൾ. ഈ വിവരം കൂടി പുറത്തു വന്നതോടെയാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ് TVK സഖ്യ ചർച്ച സജീവ വിഷയമായത്. TVKയുമായി സഖ്യം ചേർന്നാൽ കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കുമെന്ന് ചില നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ദുരന്തമുണ്ടായ വേളയിൽ അനുശോചനം അറിയിക്കാനാണ് വിളിച്ചത്. ചർച്ചകൾ നടത്തി എന്നതുകൊണ്ട് തിരഞ്ഞെടുപ്പ് സഖ്യം രൂപീകരിക്കുമെന്ന് അർത്ഥമില്ലെന്ന് ജ്യോതിമണി പറയുന്നു. കോൺഗ്രസ് DMK സഖ്യത്തിലാണുള്ളത്. ആ സഖ്യം ദീർഘകാലത്തേക്കുള്ളതാണ്. സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ നോക്കിയല്ല പാർട്ടി നിലപാട് സ്വീകരിക്കുന്നത് എന്നും ജ്യോതിമണി പ്രതികരിച്ചു.